വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം പോകാം. നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഇന്ത്യൻ വാണിജ്യ ബന്ധം എന്നും ഏകപക്ഷീയവും ആണെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആരോപിച്ചു. അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കാൻ ഇന്ത്യ സമ്മതിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. ഇതിന് ഇന്നലെ ഉണ്ടായ ഷാങ്ഹായ് ഉച്ചകോടിയിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ പുരോഗതി, ചൈന, റഷ്യ, ഇന്ത്യ അച്ചുതണ്ട് രൂപീകരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. കലിപ്പ് ട്രംപിന് മാറാത്ത പശ്ചാത്തലമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത് പുതിയ വിമർശനങ്ങളിൽ? രഞ്ജിത്ത്, സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു നടപടി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു ചേരി ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു ചേരി ഈ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് ട്രംപിനെ ചൊടിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഒരു ഭീഷണി സ്വരമെന്ന രീതിയിൽ ട്രംപിൻ്റെ ചില രീതിയിലുള്ള പരാമർശങ്ങൾ വരികയും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതനുസരിച്ച് മരുന്നുകൾക്കുൾപ്പെടെ 200% തീരുവ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് അമേരിക്ക കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ മരുന്നുകൾക്ക് ഏർപ്പെടുത്തുമെന്നുള്ളതാണ്. അത്തരത്തിൽ തീരുവ യുദ്ധം കൂടുതൽ തുടരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്കറിയാം, നേരത്തെ ചൈനയ്ക്ക് മേൽ ഇത്തരത്തിൽ തീരുവ കൂടുതൽ ഏർപ്പെടുത്തിക്കൊണ്ട് അതിന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നമ്മൾ കാണുകയും ചെയ്തു. പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തീരുവ യുദ്ധം തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ പിന്നീട് ട്രംപ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ വർദ്ധിപ്പിക്കുമ്പോൾ പോലും തന്നെ ചൈനയ്ക്ക് ഒരു തലോടൽ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ ആ തീരുവ അധിക ചുങ്കം അത് പിൻവലിക്കുന്ന നടപടിയിലേക്ക് പോയില്ല എങ്കിൽ പോലും തന്നെ ചില സാവകാശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അത് ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അത് ഒരു പക്ഷേ പാശ്ചാത്യ ശക്തികൾക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിയേക്കാം. അല്ലെങ്കിൽ അതിനു അവർക്ക് മുമ്പിലേക്ക്, അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ അത് പാശ്ചാത്യ ശക്തികൾക്കാൾ മുകളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സാമ്പത്തിക വിദഗ്ധരൊക്കെ ട്രംപ് ഭരണകൂടത്തിന് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം നിലവിലെ ഈ സാഹചര്യങ്ങൾ അതെല്ലാം തിരിച്ചടിയാകാൻ പോകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്നലെ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടന്ന ചില ധാരണകൾ, ഈ മൂന്ന് നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ കൃത്യമായ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അതായത് ഇങ്ങനെ രീതിയിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് തീരുവ യുദ്ധമുണ്ടായാൽ അതിൽ ഒരുമിച്ച് നിന്ന് പോരാടണമെന്നുള്ളൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരാമർശമായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. കാരണം പ്രത്യേകിച്ചൊരു മറ്റൊരു സാമ്പത്തിക ചേരി വളർന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് കൂടി ജപ്പാൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന ഇന്ത്യ നിലപാട് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കടന്നാക്രമിക്കുകയോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ കൂടുതൽ പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റു ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അത് അംഗീകരിക്കില്ല, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ഇതിലെല്ലാം കൂടി ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യ US കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വ്യാപാര കരാർ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു വേളയിലായിരുന്നു ഈ വിഷയം വരുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ചില ആവശ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അത് നിരാകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തതാണ് നമ്മൾ ഇന്ത്യ കാണുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ നടപടി ഇനി എന്ത് നടപടിയാകും? സ്വാഭാവികമായും 200% ഒക്കെ പറയുമ്പോൾ നിലവിൽ 50-ന് മുകളിലാണ് പല ഉൽപ്പന്നങ്ങൾക്കും ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ അഫക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അത് വലിയ വെല്ലുവിളിയായി ഉയരുകയും ചെയ്യുന്നു. ഒരു സാമ്പത്തിക പാക്കേജ് അടക്കം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ GDP ഒന്നും തന്നെ ഇത് കൃത്യമായി ബാധിക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ. പക്ഷേ ട്രംപ് ഇപ്പോഴും അനുരഞ്ജനത്തിന്റെ ഒരു സാധ്യതകളും തുറന്നിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും കൂടുതൽ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നു. ഇനി അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 2000-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. 100 കണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മഴയും വെള്ളപ്പൊക്കവും തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തോട് താലിബാൻ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യ വലിയ തോതിൽ അഫ്ഗാനെ സഹായിക്കുന്നുണ്ട്. സുവി വിശ്വനാഥുണ്ട്. സുവി, മരണസംഖ്യ ഒരുപക്ഷെ 1000 കടന്നേക്കും എന്നുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ല. രക്ഷപ്പെടാനുള്ള സാധ്യതകളും കുറവാണ്. എന്താണ് അഫ്ഗാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
അഫ്ഗാനിൽ ഉണ്ടായത് ഒരു വലിയ ഭൂചലനമാണ്. ആ ഭൂചലനം റിക്ടർ സ്കെയിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. ആ ഭൂചലനത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ തന്നെ മരണം ഏതാണ്ട് 800 കടന്നിരിക്കുകയാണ്. ഇത് 1000 കടക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2000-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരും ഇപ്പോഴും ഭൂമിക്കടിയിൽ, അതായത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 200-ലധികം ആളുകൾ ഇങ്ങനെ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായി തന്നെയാണ് തുടരുന്നത്. കാരണം കനത്ത മഴയും കാറ്റും അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയാവുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പ്രവിശ്യയിലാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയോടുകൂടി ഭൂചലനം ഉണ്ടായത്. രാത്രി 11:47 ഭൂചലനം ഉണ്ടായത്. ഇവിടെ കുനാർ പ്രവിശ്യയിലും നൻഗർഹാർ പ്രവിശ്യയിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കുനാർ പ്രവിശ്യയിൽ നിന്ന് 6 കിലോമീറ്റർ ആഴത്തിൽ വരെ ഈ ഭൂചലനത്തിന്റെ വ്യാപ്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു വീണിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ മേൽക്കൂര തകർന്നു വീണാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് എന്നാണ് വിവരം ലഭിക്കുന്നത്. നൻഗൻഗാർ പ്രവിശ്യയിൽ നിന്ന് 27 കിലോമീറ്റർ അകലെ ജലാലാബാദിന് സമീപത്താണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഉണ്ടായിരിക്കുന്നത്. ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്കും എത്തിയിരുന്നതായി അവിടെ നിന്നുള്ള വിദഗ്ധരും മറ്റും അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള നാശനഷ്ടമാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ 2021-ലും 2023-ലും ഭൂചലനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭൂചലനങ്ങളിലെല്ലാം തന്നെ 2000-ഓളം ആളുകൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കടുത്ത വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്നതും. രഞ്ജിത്ത്, സുവിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദ വെളിപ്പെടുത്തലുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പരാതിക്കാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇരകളെ നേരിൽ കണ്ട് വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നീക്കമാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതിനുശേഷം രാഹുലിനെ ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കുമെന്ന വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക കൂടുതലായി എന്നുള്ള തരത്തിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഷാഫി പറമ്പിൽ പൂർണ്ണമായും കളമാറ്റിക്കഴിഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റി രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കം സജീവമാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് 2 ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ടിനും ഇളക്കം തട്ടിയത്. രമേശ് ചെന്നിത്തലയുടെ എതിർപ്പ് മറികടന്ന് 2021-ൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തിയതാകട്ടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയും. മുതിർന്ന നേതൃനിരയുടെ അതൃപ്തി മറികടന്ന് 4 വർഷത്തിലധികമായി പാർട്ടിയിൽ നിർണായക സ്വാധീനമുറപ്പിച്ചിരുന്ന വി ഡി ഷാഫി കൂട്ടുകെട്ടിന് കൂടിയാണ് രാഹുൽ വിവാദത്തോടെ പൂർണ്ണമായി ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ഭാഗമായി രാഹുലിനു വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബെഹനാൻ, എം ഹസൻ, കെ.സി. ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ വി ഡി സതീശനുണ്ടായിരുന്ന സ്വാധീനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയാണ് നിലവിൽ. എം വിൻസെന്റ് MLA ആണ് വി ഡി സതീശനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം. അതേസമയം കെ സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം കെ.സി. പക്ഷവും സജീവമാക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ തുടങ്ങിയവർക്ക് പുറമെ ചാണ്ടിയുമ്മൻ, മാത്യു കുഴൽനാടൻ, ടി സിദ്ദിഖ്, റോജി എം ജോൺ, സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ കെ.സി. വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കെ മുരളീധരനാകട്ടെ ഗ്രൂപ്പ് നേതാക്കളോട് സമദൂര നിലപാടിലും. കോൺഗ്രസ് കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരായ വിവാദം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയിൽ പുതിയ ശാക്തിക ചേരികളുടെ ബലാബലത്തിന് കൂടിയാണ് വഴി തുറന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രതിഷേധ കടൽ തീർത്ത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് പാറ്റ്നയിൽ സമാപനം. പ്രസംഗത്തിൽ വോട്ട് കൊള്ളയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടേക്കുമെന്ന് സൂചന നൽകി രാഹുൽ ഗാന്ധി. ഇപ്പോൾ പുറത്തു വന്നത് ആറ്റം ബോംബാണെങ്കിൽ ഹൈഡ്രജൻ ബോംബ് തയ്യാറെന്നാണ് മുന്നറിയിപ്പ്.
ഇന്നലെയാണ് വോട്ട് അധികാർ യാത്രയ്ക്ക് സമാപനമുണ്ടായത്. ബീഹാറിനെ ഉടനീളം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ യാത്ര പുറപ്പെട്ടിരുന്നതും അവസാനിച്ചതും. രാകേഷ്, ഇപ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെയാണ് രാഹുൽ ഒരു വലിയ സംഭവമായി അവതരിപ്പിച്ചത്. ഇപ്പോൾ അതിനപ്പുറത്തുള്ള എന്തൊക്കെയോ മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? അതെ രഞ്ജിത്ത്, കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം വോട്ട് കൊള്ള തന്നെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലപ്പോഴായി രാഹുൽ ഗാന്ധി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിരുന്നു. 48 സീറ്റിൽ 31 സീറ്റാണ് വിജയിച്ചത് ഇന്ത്യ സഖ്യമാണ്. സ്വാഭാവികമായും അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്ന ഒരു ഭരണം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. അവിടെ NDA ഭരണ തുടർച്ച നേടുകയാണ് ചെയ്തത്. ഒപ്പം ഹരിയാനയിലും വിജയം പ്രതീക്ഷിച്ചാണ് ഇന്ത്യ സഖ്യം, അവിടെയും തോറ്റു. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടിയത്. ഇപ്പോൾ ഒരു മാസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചില തെളിവുകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും ചെയ്തത്, ബംഗളൂരുവിലെ മഹാദേവപുരയുടെ കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട്. അതിനുശേഷം ഇപ്പോൾ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ യാത്ര നടത്തി. യാത്രയുടെ സമാപനമായിരുന്നു ഇന്നലെ. ആ യാത്രയിലാണ് ഇപ്പോൾ പുറത്തു വന്നത് ആറ്റം ബോംബാണ്, വരാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ് ഇനിയുമുണ്ട് എന്ന ഒരു സന്ദേശം, ഒരു മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ചില തെളിവുകൾ കൂടി പുറത്തുവിടാനുണ്ട് എന്ന വ്യക്തമായ സന്ദേശമാണ് രാഹുൽ ഗാന്ധി ഏതായാലും നൽകുന്നത്. ഏതായാലും നിലവിൽ 2 ആഴ്ചയിലധികം നീണ്ടുനിന്ന യാത്ര അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കാരണം ബീഹാറിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ വലിയ പിന്തുണ ഈ യാത്രയ്ക്കുണ്ടായി, യുവാക്കൾ വലിയ തോതിൽ പിന്തുണയുണ്ടായി. പ്രത്യേകിച്ച് വോട്ടവകാശ യാത്ര എന്ന പേരിലാണ് യാത്ര നടത്തിയത്. രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം ഈ 65 ലക്ഷം ആളുകളെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ പുറത്താക്കിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും മഹാസഖ്യത്തിന്റെ മറ്റു നേതാക്കൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തൊഴിലില്ലായ്മയായിരുന്നു. കാരണം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഭൂരിപക്ഷം ആളുകളും മറ്റു സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് തൊഴിലില്ലാതാകുന്നു, അവർക്ക് എന്തുകൊണ്ട് നാട് വിട്ടു പോകേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി യോഗങ്ങളിലൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി, ആ റാലിയുടെ ഭാഗമായി, യാത്രയുടെ ഭാഗമായി സംസാരിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എത്തി. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളെയൊക്കെ തന്നെ എത്തിച്ച് ഈ അന്യ സംസ്ഥാന അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ, കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ മുഖ്യമന്ത്രിമാരെ എത്തിക്കാനൊക്കെ തന്നെ മഹാസഖ്യത്തിന് സാധിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു മാറ്റമുണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിലും നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഈ യാത്രയിലുടനീളം കണ്ട ഐക്യം അത് സീറ്റ് നിർണയ ചർച്ചയിലും പ്രചാരണ രംഗത്തുമുണ്ടായാൽ ഇത്തവണ ബീഹാർ പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രചാരണം ശക്തമാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം. അതാണ് സാഹചര്യം. ഏതായാലും IR രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര, ഇതിനോട് BJPയുടെ പ്രതികരണവും വന്നിട്ടുണ്ടല്ലോ. വോട്ടർ അട്ടിമറിയിലൂടെ ഭരണം പിടിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ് കോൺഗ്രസിന് എന്നാണ് BJP നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. IR അതെ രഞ്ജിത്ത്, BJP ഇതൊക്കെ തന്നെ തള്ളിക്കളിയാണ് പൂർണ്ണമായും. കാരണം നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ BJP തള്ളിയിരുന്നു. അതിനുശേഷം ഇന്നലെ വാർത്താ സമ്മേളനം രവിശങ്കർ പ്രസാദ് തന്നെ നടത്തി. അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ മുൻ വക്താവൊക്കെ തന്നെയാണ്. രവിശങ്കർ പ്രസാദ് ഇന്നലെ രാഹുൽ ഗാന്ധി മൈതാനത്ത് പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി BJPയുടെ നിലപാട് വിശദീകരിച്ചത്. കാരണം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം 2014 ഇത്തരത്തിൽ വോട്ടട്ടിമറി നടത്തിയെന്നായിരുന്നു. പക്ഷേ ആ വാദങ്ങളൊക്കെ തന്നെ BJP തള്ളിക്കളയുന്നുണ്ട്. BJP ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സുസ്ഥിര സർക്കാരിനാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയെന്ന വാദമാണ് BJP ഈ ഘട്ടത്തിൽ നിരത്തുന്നത്. മറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ തന്നെ BJP തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും BJP ജാഗ്രത പുലർത്തുന്നുണ്ട് ബീഹാറിൽ, പ്രത്യേകിച്ച് NDA. കാരണം ബീഹാർ ഒരു നിർണായകമായ സംസ്ഥാനമാണ്.
നിതീഷ് കുമാർ ആ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷേ നിതീഷിന് ഇത്തവണ മുൻപുണ്ടായിരുന്ന പോലെ ഒരു കരിസ്മയില്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ കരുതലോടുകൂടിയുള്ള പ്രചാരണം തന്നെയാണ് BJPയും നടപ്പാക്കുന്നത്. പ്രത്യേകിച്ച് ചില വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി BJPയും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്തുക എന്നത് BJPയെ സംബന്ധിച്ചും നിർണായകമായ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതി തൂങ്ങി മരിച്ചത്. ഈ വിഷയത്തിൽ ആൺ സുഹൃത്തിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷറുദ്ദീനെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടി യുവാവിന് അയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു. MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, ഈ ആൺ സുഹൃത്തിന് വീട്ടിൽ വെച്ചാണ് യുവതി ആത്മഹത്യ ചെയ്ത നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഇതിൽ കൂടുതൽ തെളിവുകളിലേക്ക് പോലീസ് കടക്കുകയാണോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം രാത്രിയാണ് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ ഈ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഈ ബഷറുദ്ദീൻ എന്ന ആൺ സുഹൃത്ത് ഈ യുവതിയുമായി ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതനുസരിച്ചാണ് പോലീസ് സ്ഥലത്തെത്തുകയും ഈ ബഷറുദ്ദീനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. താൻ ഓണാഘോഷ പരിപാടികൾക്ക് പോകാനായി ഒരുങ്ങിയപ്പോൾ യുവതി ഇതിന് അനുവദിച്ചില്ല. ഇതിൽ ചെറിയ തർക്കങ്ങളുണ്ടായി. പക്ഷേ യുവതിയുടെ വാക്ക് അവഗണിച്ച് താൻ പോവുകയായിരുന്നു. തുടർന്ന് തിരിച്ചു വന്നപ്പോൾ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഇയാൾ മൊഴി നൽകിയത്. അത്തോളി സ്വദേശിനിയാണ് പെൺകുട്ടി. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി കോഴ്സിന് പഠിക്കുകയുമാണ്. പക്ഷേ ഒരാഴ്ചയായി എരഞ്ഞിപ്പാലത്തെ ഈ ആൺസുഹൃത്തിന്റെ വീട്ടിൽ തങ്ങുമ്പോഴും വീട്ടിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിലെ ഫോൺ വിളികൾക്ക് മറുപടി നൽകിയത് ഓണത്തിന് സ്ഥാപനത്തിൽ നിന്നും അവധി കിട്ടുന്നില്ല എന്ന വിശദീകരണമാണ് നൽകിയത്. ഇതിലൊക്കെ ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് ഒരു ആത്മഹത്യയല്ല, മറിച്ച് കൊലപാതകമെന്ന വാദമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. കുറച്ചധികം നാളുകളായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണ്. പക്ഷെ ആ സമയത്തൊക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പകർത്തി ഈ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് കൂടെ നിർത്തുന്നതെന്ന ആരോപണവും കുടുംബം പങ്കുവെക്കുന്നു. കാരണം മംഗലാപുരത്ത് നിന്നും ഇത്രയധികം ദൂരം സഞ്ചരിച്ച് നാട്ടിലെത്തിയിട്ടും ഓണക്കാലത്ത് വീട്ടിലേക്ക് പോലും വരാത്ത വിധം ഇയാളുടെ കൂടെ കഴിയുന്നത് ഇയാളുടെ ബ്ലാക്ക്മെയിലിൽ തുടർന്നുള്ള ഭീഷണിക്ക് വഴങ്ങിയാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ പരിശോധിച്ച്, പ്രത്യേകിച്ചും ഫോൺ പരിശോധിച്ചപ്പോൾ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് ഈ ബഷറുദ്ദീന് തന്നെ ഐഷ അയച്ചിരിക്കുന്നു. അതിൽ താനാണ്, അതായത് ബഷറുദ്ദീനാണ് ഈ തന്റെ മരണത്തിന്റെ കാരണം എന്ന് ആണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തുന്നത്. ഈ മരണമുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി കേസെടുക്കുന്ന നടപടികളിലേക്ക് മാറിയിരുന്നില്ല. ഇവിടെ ഇയാൾ അയച്ച മെസ്സേജുകൾ, ഇയാൾ ഒരു ജിം ട്രെയിനർ ഒക്കെ ആണെന്ന് പറയുന്നു. ഇയാൾ അയച്ച മെസ്സേജുകൾ, പെൺകുട്ടി യുവാവിന് അയച്ച സന്ദേശങ്ങൾ പോലീസ് കണ്ടെടുത്തു എന്നുള്ള സൂചനയുണ്ട്. അപ്പോൾ സൈബർ തെളിവുകളും ശേഖരിക്കേണ്ടി വരും. ഇവർ തമ്മിൽ നേരത്തെയും ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും ഒക്കെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതി തന്നെ അത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. കാരണം പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന, അതായത് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത അന്നും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഒപ്പം ശക്തമായ തെളിവാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പര്യാപ്തമാണ് ഈ പ്രതിയുടെ ഫോണിലേക്ക് തന്നെ അയച്ച മെസ്സേജ്. ഒപ്പം ഒരു ടാബ് ഉണ്ട്. ആ ടാബ് അൺലോക്ക് ചെയ്യുന്ന നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ ടാബിൽ നിന്നും മറ്റെന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഒപ്പം പ്രതിയുടെ മൊബൈൽ ഫോണും വിശദമായ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കും. കാരണം കുടുംബം ആരോപിക്കുന്നത് ഈ ചില ദൃശ്യങ്ങളും വീഡിയോയും ഒക്കെ ചിത്രീകരിച്ചാണ് ഈ കുട്ടിയെ ബ്ലാക്ക്മെയിലിംഗ് ചെയ്ത് കൂടെ നിർത്തുന്നത് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തെക്കുറിച്ചും വളരെ വിശദമായ പരിശോധന തന്നെ നടത്തും. ഏറ്റവും ദുരൂഹമായി തുടരുന്നത് ഈ മംഗലാപുരത്തു നിന്നും ഒരാഴ്ച മുമ്പ് കോഴിക്കോട് എത്തിയ പെൺകുട്ടി ഒരിക്കൽ പോലും വീട്ടിലേക്ക് പോകാനോ വീട്ടുകാരെ കാണാനോ തയ്യാറായില്ല. വീട്ടുകാരുമായി വലിയ അകൽച്ചയൊന്നും സൂക്ഷിച്ചിരുന്ന ഒരു കുട്ടി ആയിരുന്നില്ല. കുടുംബവുമായി നല്ല അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കുട്ടി ആണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ആൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ താമസിച്ചു, വീട്ടിലേക്ക് പോയില്ല എന്നത് തന്നെയാണ് ചോദ്യചിഹ്നമായി മാറുന്നത്. അത് ഈ ബ്ലാക്ക്മെയിലിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ആരോപണം കുടുംബം തന്നെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ അക്കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദ വെളിപ്പെടുത്തലുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസം പരാതിക്കാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇരകളെ നേരിൽ കണ്ട് വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്.
ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, ഡിജിറ്റൽ തെളിവുകൾ പരമാവധി ശേഖരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം വെളിപ്പെടുത്തൽ നടത്തിയ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഓഡിയോ സംഭാഷണമൊക്കെ പുറത്തു വന്നവരെ ചോദ്യം ചെയ്യണം. വനിതാ മാധ്യമ പ്രവർത്തകരുടെ കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതൊക്കെ തലങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം? ഇന്ന് അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഇന്നലെ ലഭിച്ച പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുക. ഈ ആഴ്ച തന്നെ പരാതിക്കാർ, അതായത് ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ വെളിപ്പെടുത്തൽ നടത്തിയവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷവും ആരും പരാതിയുമായി അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്താത്തത് ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പരാതി നേരിട്ട് അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഗർഭചിത്രം നടത്തിയ വിഷയത്തിൽ ഉൾപ്പെടെ ഈ നിയമോപദേശം തേടിയതിനു ശേഷം അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്നുകൂടി, അതായത് പരാതി ലഭിക്കാതെ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന കാര്യം നിയമോപദേശം തേടിയതിനു ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുക. അതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് അന്വേഷണ സംഘം യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളായിരിക്കും വിശദമായി ചർച്ച ചെയ്യപ്പെടുക. ആകെ ലഭിച്ച 13 പരാതികളാണ് ഉള്ളത്. അതിൽ 10 പരാതികളും ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വാർത്തകളുടെയും മറ്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്ന പരാതികളാണ്. ആ പരാതികൾ ഉൾപ്പെടെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. അതിനു പുറമെ മാധ്യമങ്ങളിലൂടെ പരസ്യമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ 3 പേരെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനുള്ള നീക്കം ഈ ആഴ്ച തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ അന്വേഷണം, അതില് പരാതികളുണ്ട്, പക്ഷേ ഈ പറഞ്ഞ ഇരകളായ വനിതകൾ അവർ മൊഴി നൽകേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായൊക്കെ ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ഒരുപാട് നടന്നതാണ്. ഒടുവിൽ അത് പൂട്ടിക്കെട്ടി പോകേണ്ട അവസ്ഥ നമ്മുടെ പോലീസ് സംഘത്തിന് വന്നു. സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുതല്ലോ. അപ്പോൾ സ്വാഭാവികമായി മറ്റ് തെളിവുകളിലേക്ക് പോവുക, മറ്റ് നിയമവശങ്ങൾ സ്വീകരിക്കുക. ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുമായൊക്കെ ബന്ധപ്പെട്ട് അതിൽ ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അത്തരം ശക്തമായ രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ച് മറ്റു വഴികൾ കൂടി, ഇരകളുടെ മൊഴി ഇല്ല എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലേക്കും നീങ്ങേണ്ടി വരുമല്ലോ ഡാൻ. അതായത് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 88 പ്രകാരം ഗർഭചിത്രം നടത്തുന്നതിന് കൃത്യമായ ചില വ്യവസ്ഥകളുണ്ട്. അത് ഈ അമ്മയുടെ ജീവന് ഹാനി ഉണ്ടാകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുഞ്ഞിന്റെ ജീവന് ഹാനിയുണ്ടാകും, ഇങ്ങനെ പ്രത്യേകമായി ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗർഭചിത്രം നടത്താൻ ഡോക്ടർ അനുവാദം നൽകാൻ പാടുള്ളൂ എന്നാണ് അതിലെ നിയമവ്യവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കം ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ഇങ്ങനെ ഒരു നിയമോപദേശം തേടുന്നതും ആ വിദഗ്ധോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എങ്ങനെ വേണം, പരാതി ലഭിച്ചില്ല എങ്കിൽ കൂടി തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിലേക്ക് ഒരു ധാരണയിലെത്താൻ പോകുന്നത്. അങ്ങനെ വന്നാൽ ഗർഭചിത്രം നടത്തിയത് ഡോക്ടറുടെ അനുമതിയോടെ അല്ല എന്നൊരു സാഹചര്യം വല്ലതും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഈ യുവതികൾ കൂടി പ്രതികളാകുന്ന, അല്ലെ യുവതി കൂടി പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകും. അതടക്കമുള്ള പശ്ചാത്തലം വിലയിരുത്തിക്കൊണ്ടാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. ഡാനൊപ്പം ഈ വനിതാ മാധ്യമ പ്രവർത്തകർ 4 പേരാണ് എന്ന് മനസ്സിലാകുന്നു. ഈ കുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അവരെ ചോദ്യം ചെയ്യുന്നതിലും പ്രായോഗികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അത്തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള നീക്കവും നടത്തേണ്ടി വരും ക്രൈംബ്രാഞ്ച് സംഘത്തിന്. 3 വനിതാ മാധ്യമ പ്രവർത്തകർ ഈ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്നലെ അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചത്. ഇവരുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ അടക്കം, അതായത് ഇവർ നിരന്തരം ബന്ധപ്പെട്ടതിന്റെ കോൾ ഡേറ്റ റെക്കോർഡുകൾ അടക്കം വിശദമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇവർ പരാതി നൽകാൻ നേരിട്ട് തയ്യാറാകാതിരിക്കുകയോ അതല്ല എങ്കിൽ പോലീസിന് നേരിട്ട് മൊഴി നൽകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്വേഷണ സംഘത്തിന് നേരിട്ട് അവരിലേക്ക് എത്താനുള്ള സാധ്യതകൾ അവർ തേടുന്നുണ്ട്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ 3 വനിതാ മാധ്യമ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത് എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്.
ഈ യുവതികളുടെ മൊഴി ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുശേഷമാകും രാഹുലിന് ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകുക എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തിരുത്താൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. ഇത് വ്യക്തമായൊരു സൂചനയാണ് നിലപാട് മാറ്റത്തിന്റെ എന്ന് വേണം കരുതാൻ. സ്ത്രീ പ്രവേശനമാകാമെന്ന സുപ്രീം കോടതി വിധിക്ക് അനുകൂല നിലപാട് പുതിയ സാഹചര്യത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിയേക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിന് പ്രത്യേകമായ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ഡാൻ കുര്യൻ, വി അരുൺ തുടരുന്നുണ്ട്. അതിനു മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് സർക്കാരിന്റെ നിലപാട് തിരുത്തി സുപ്രീം കോടതി നിലപാട് അറിയിക്കുന്നു, അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആ വിഷയം പരിഗണനയിലുണ്ടോ? ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ദേവസ്വം ബോർഡ് പരിശ്രമിച്ചു. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ്. വി അരുൺ ചേരുകയാണ്. അരുണ്, സർക്കാർ ഈ പുതിയ സാഹചര്യം ആഗോള അയ്യപ്പ സംഗമമൊക്കെ വിളിച്ച സാഹചര്യത്തിൽ അവിടെ ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇത്ര വലിയ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ഈ തിരുത്തൽ. നേരത്തെ ഉള്ളതുപോലെ അടുത്ത കാലത്തെങ്ങും കോടതിയിൽ കേസ് വരുന്നില്ല എങ്കിൽ പോലും രാഷ്ട്രീയമായി ഈ വിഷയം അന്തരീക്ഷത്തിൽ നിർത്തുക എന്നുള്ള ഒരു നിലപാട് കൂടി ഒരുപക്ഷെ പാർട്ടിപരമായി സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും സർക്കാരിന് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാൻ പോകുന്ന വിഷയം തന്നെ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയമായി തന്നെയാണ് അവർ ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ നേരത്തെ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടായ വിഷയവും ശബരിമല തന്നെയാണ്. ഇടതുമുന്നണിക്ക് CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾ പോലും ചോർന്നുപോയ, ഒലിച്ചുപോയാൽ BJP-യിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ വലിയ രീതിയിൽ പോയ വിഷയമാണ് ശബരിമല സ്ത്രീ പ്രവേശനത്തിനെടുത്ത നിലപാട്. അതിലൊരു തിരുത്തൽ വരുത്തുമെന്ന സൂചനകൾ നേരത്തെ പലതവണ പുറത്തു വന്നതാണ്. വിശ്വാസികളുടെ പ്രശ്നത്തിൽ ആ രീതിയിൽ ദേവസ്വം ബോർഡ് ഇടപെട്ടെ എന്ന് ഒരു ഘട്ടത്തിൽ സർക്കാരും പറഞ്ഞതാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതി സ്വീകരിച്ച തുല്യത എന്ന നിലപാട് മാറ്റാൻ തയ്യാറെന്ന സൂചനയാണ്, വ്യക്തമായ സൂചനയാണ് ഇന്നലെ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നൽകിയത്. വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു, നിയമോപദേശം അടക്കം തേടിക്കൊണ്ട് ഇതിൽ മാറ്റം വരുത്താനാണ് ആലോചന. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഉടനടിയൊന്നും ഈ കേസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയുള്ള വിഷയമാണ്. ഉടനടിയൊന്നും കേസ് പരിഗണിക്കുന്ന സൂചനകളില്ല. പക്ഷേ അപ്പോഴും ഇത്തരം വിഷയത്തിൽ സർക്കാരിനും ബോർഡിനും നിലപാട് തിരുത്താൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അതിന് തയ്യാറെന്ന സൂചന തന്നെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും. ഇപ്പോൾ നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം, അതിൽ തന്നെ സർക്കാർ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് ഏറ്റവും അധികം ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിനെ എതിർത്ത NSS തന്നെ രംഗത്ത് വന്നിരുന്നു. SNDP-യുടെ പിന്തുണ ആ വിഷയത്തിൽ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ വിശ്വാസമെന്ന് NSS-ന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ ശബരിമല സ്ത്രീ പ്രവേശന ദേവസ്വം ബോർഡെങ്കിലും ഈ നിലപാട് തിരുത്താൻ തയ്യാറെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു പോസിറ്റീവായി മാറും, വലിയൊരു അനുകൂല ഘടകമായി രാഷ്ട്രീയത്തിൽ മാറുമെന്ന് CPM-ഉം സർക്കാരും കരുതുന്നു. ഒരുപക്ഷെ ദേവസ്വം ബോർഡാകാം സത്യവാങ്മൂലം തിരുത്താനും മറ്റും തയ്യാറെടുക്കുക. സർക്കാർ അത്തരമൊരു നീക്കം പെട്ടെന്ന് നടത്താൻ സാധ്യതയുണ്ടെന്ന് കരുതാൻ വയ്യ. കാരണം അതുമായി ബന്ധപ്പെട്ട നവോത്ഥാന മതിലും നവോത്ഥാന നീക്കങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുകൂടി മറുപടി പറയേണ്ടി വരുന്നതിനാൽ അത്ര എളുപ്പമല്ല സർക്കാരിന് സത്യവാങ്മൂലത്തിൽ പിന്മാറാനുള്ള ഒരു തീരുമാനമെടുക്കുക. പക്ഷേ ദേവസ്വം ബോർഡിനാകാം. സർക്കാർ നേരത്തെ CPM നേരത്തെ പറഞ്ഞതാണ്, വിശ്വാസപരമായ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. എങ്കിൽ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇത്തരം നീക്കം നടത്താനാകും സർക്കാർ ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ, തങ്ങളുടെ വഴിമാറിപ്പോയ വോട്ട് തിരിച്ചുപിടിക്കാൻ സർക്കാർ തന്നെ അതിനൊരു മുൻകൈ എടുത്താലും അത്ഭുതപ്പെടാനില്ല. അവിടെയാണ് ഈ പറയുന്നതുപോലെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചില ആശ്വാസകരമായ കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. NSS-ന്റെ പിന്തുണ ഉണ്ട്, SNDP പങ്കെടുക്കും എന്നറിയിച്ചിട്ടുണ്ട്. യോഗക്ഷേമ സഭ മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രാഷ്ട്രീയ സംഘടനകളുടെ നിലപാട്, അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ഈ NSS പോലെയുള്ള ആളുകളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കമായി കൂടി ഇതിനെ കാണാം. വിശ്വാസപരമായ കാര്യങ്ങളാണല്ലോ NSS ഒക്കെ വിയോജിച്ചു സർക്കാരുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെയും മാറ്റം വന്നാൽ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കണം സർക്കാരിന്. തീർച്ചയായിട്ടും NSS-ന്റെ വൈസ് പ്രസിഡന്റ് ഒരു മാധ്യമത്തിലേക്ക് അഭിമുഖത്തിൽ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ സർക്കാരിന് വിശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ്. വളരെ വ്യക്തമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. നേരത്തെ ആചാരപരമായ കാര്യങ്ങളിൽ സർക്കാർ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നതിന് ഏറ്റവും കടുത്ത വിമർശനം ഉയർത്തിയതും ഒരു സമരം, ശബരിമല സ്ത്രീ പ്രവേശന സമരം എന്നതിന് തന്നെ തുടക്കമിട്ടതും NSS ആയിരുന്നു. ആ NSS തന്നെ മാറി ചിന്തിക്കുന്നു.
സർക്കാരിൽ അവർക്ക് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ചെറുതല്ലാത്ത ആത്മവിശ്വാസം ഒരു തുടർഭരണം ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിക്കും CPM-നും ഉണ്ട് എന്നുള്ളത് ഉണ്ടാകുമെന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് NSN ആവശ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ കൂടി സർക്കാർ നിലപാട് തിരുത്തണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ അനുകൂല നിലപാട്, അക്രമ സംഭവങ്ങൾ ഒഴികെ എല്ലാത്തിലും കേസ് പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടി ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ കൂടി ദേവസ്വം ബോർഡ് എങ്കിലും നിലപാട് തിരുത്തിയാൽ അത് ചെറുതല്ലാത്ത ഒരു ആത്മവിശ്വാസം, ചെറുതല്ലാത്ത പിന്തുണ. നമുക്കറിയാം എക്കാലത്തും CPM-ന്റെ ഉറച്ച വോട്ട് ബാങ്ക്, അടിസ്ഥാന വോട്ട് ബാങ്ക് ഹൈന്ദവ സമൂഹമാണ്, ഹിന്ദു വോട്ടുകളാണ്. അതിൽ തന്നെ ഈഴവ വോട്ടുകൾ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. അവിടെ നിന്നാണ് വലിയ ഒരു ഒഴുക്ക്, ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ CPM വോട്ടുകൾ UDF-ലേക്കും BJP-യിലേക്കും പോയി നമ്മൾ ലോക്സഭാ ഇതിനു മുമ്പുള്ള 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചൊക്കെ തിരിച്ചു വന്നെങ്കിലും ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് BJP വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. BJP പ്രത്യേകം പറഞ്ഞത് ഈ NSS നേതാക്കൾ ഓർക്കേണ്ടത് അവരുടെ മക്കൾക്ക് പോലും ഇപ്പോൾ പലർക്കും പാസ്പോർട്ട് എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. കേസുകൾ നിൽക്കുന്നുണ്ട്. ആ കേസുകൾ കൂടി സർക്കാർ തീർപ്പാക്കാൻ, കുറേ കേസുകൾ തീർപ്പാക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചതാണ്. അതിനിപ്പോൾ അപ്പുറത്തേക്ക് അവശേഷിക്കുന്ന കേസുകൾ കൂടി വലിയ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയ കേസുകളുണ്ട്. അത്തരം ആക്രമണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP-യുടെ സമരങ്ങളിലൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി ബാക്കിയുള്ള കേസുകൾ കൂടി സർക്കാർ എഴുതിത്തള്ളിയാൽ കൂടുതൽ വിശ്വാസം സർക്കാരിൽ NS അടക്കമുള്ള സംഘടനകൾക്കുണ്ടാകും. ആഗോള അയ്യപ്പ സംഗമവും വലിയ എതിർപ്പ് BJP ഉയർത്തുമ്പോൾ NSS, SNDP ഒക്കെ സർക്കാരിനൊപ്പമാണ്. സർക്കാരിന് വിശ്വാസമുണ്ടെന്ന് അവർ പറയുന്നു. ആ സാഹചര്യം പരമാവധി മുതലാക്കാൻ തന്നെ, അനുകൂലമാക്കാൻ തന്നെയാകും CPM-ഉം സർക്കാരും ശ്രമിക്കുക. ശരി, VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ ബിന്ദു പത്മനാഭന്റെ സ്ഥലം സ്വന്തമാക്കിയ സതീശന്റെ വീട്ടിലും ഹോട്ടലിലും റെയ്ഡ്. തുടർന്ന് സതീശനെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വിശദമായി ചോദ്യം ചെയ്തു. തന്റെ മുന്നിൽ നേരിട്ടെത്തിയാണ് ബിന്ദു സ്ഥലമിടപാട് നടത്തിയതെന്നായിരുന്നു 2 ആഴ്ച മുൻപ് സതീശൻ ന്യൂസ് 8 നൽകിയ പ്രതികരണം. വസ്തു എഴുതി നൽകാതായതോടെ കേസ് കൊടുത്തുവെന്നും ഒരിക്കൽ പോലും ബിന്ദു ഹാജരാകാത്തതിനാൽ തുക കെട്ടിവെച്ച് വസ്തു എക്സ്പാർട്ടെ വിധിയിലൂടെ സ്വന്തമാക്കിയെന്നും സതീശൻ പ്രതികരിച്ചിരുന്നു. പ്രോപ്പർട്ടി കാണാൻ വന്നപ്പോഴും ബിന്ദു ഇല്ല അല്ലേ? ബിന്ദു വീട്ടിലിരുന്നു, സെബാസ്റ്റിന് വീട്ടിലിരുന്നു. ഞങ്ങളെ കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല, ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. സെബാസ്റ്റിന് വീട്ടിലിരിക്കുമ്പോൾ സെബാസ്റ്റിന് ഭാര്യയുണ്ടോ? അന്ന് സെബാസ്റ്റ്യൻ കല്യാണം കഴിച്ചിട്ടില്ല. അതായത് പിറ്റേ ദിവസം രാവിലെ സെബാസ്റ്റ്യൻ കാറുമായിട്ട് വന്നിട്ടാണ് നമ്മൾ അമ്പലപ്പുഴ പോകും. അന്നിട്ട് സെബാസ്റ്റിന് വേണ്ടി താമസിച്ചിരുന്നു. നിങ്ങൾ പ്രോപ്പർട്ടി കാണാൻ പോകുന്നതിന് തലേന്ന് ഇന്ന് വൈകുന്നേരം വന്നു. രാത്രി ആളുകൾക്കില്ല. പിറ്റേ ദിവസം വെളുപ്പിനെ പോയി വന്നു, അഗ്രിമെന്റ് എഴുതിച്ചു, ഒന്ന് തന്നെ കാശും പോയി. ഓ ശരി. ഒരു തവണ ചേട്ടന് പ്രോപ്പർട്ടി എഴുതാൻ വന്നപ്പോ കണ്ടു. തലേ ദിവസം പിറ്റേ ദിവസം എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ കണ്ടു. അല്ല, വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ആധാരം കാര്യങ്ങളായിട്ട് വന്നപ്പോ ഒരു പ്രാവശ്യം കണ്ടു അല്ലേ? അന്ന് ലോഡ്ജിന്റെ അവിടെ വന്ന റോട്ടിൽ നിന്നു. പിന്നെ ഈ എഗ്രിമെന്റ് എഴുതി ഒരു മീറ്റിംഗ് കൊണ്ട് അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. പ്രോപ്പർട്ടി കാണാൻ പോയിട്ട് വന്നു. അപ്പൊ ഈ എഗ്രിമെന്റ് ഈ പ്രോപ്പർട്ടി വിൽക്കാണ്ടെന്ന് പറഞ്ഞ വരുന്നതിന് തലേദിവസം സെബാസ്റ്റിനെ വിളിച്ച് സ്റ്റേ ആണ് ബിന്ദു ആയിരിക്കും. എന്താ വെച്ചാൽ ഞാൻ വൈകുന്നേരം കണ്ട് രാവിലെ കണ്ടപ്പോ അവിടെ ആയിരിക്കുമല്ലോ. രാവിലെ ചേട്ടൻ കണ്ടു അല്ലേ? വൈകുന്നേരം ലോഡ്ജിൽ നിന്ന് അങ്ങോട്ടാവുമല്ലോ. പിറ്റേ ദിവസം രാവിലെ ഒപ്പഴിച്ചപ്പോഴും ബിന്ദു അവിടെ ഉണ്ട്. അപ്പൊ അതിനടക്ക് ബിന്ദു കൊണ്ടാന്ന് എനിക്കറിയാൻ പറ്റും. എനിക്ക് എഗ്രിമെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞിരുന്നേ. അയ്യോ, അതൊന്നും ഇപ്പൊ ഇത്ര വർഷം ആധാരത്തിൽ കാണുമല്ലോ. അത് ആധാർ ആരുടെ കയ്യിരിക്കണം. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ആധാരം ഇല്ലേ നിങ്ങളുടെ? അതൊക്കെ കോടതി കമ്മിറ്റ് ചെയ്തില്ലേ? അതിൽ പിന്നെ കിട്ടിയില്ലേ? ഇല്ല. ഇപ്പൊ കേസുണ്ടോ അതിനകത്ത്? അത് ഞാൻ വിൽക്കുകയും ചെയ്തു. സ്ഥലം വിറ്റോ? പിന്നെ ഇല്ലേ. ആർക്ക് വിറ്റു? വക്കീൽ തന്നെ വിളിച്ചു. കേസ് നടത്തി വക്കീൽ തന്നെ വിറ്റു. എനിക്കറിയാം ഇതിന്റെ പുറകെ ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യില്ലേ. അത് രാമകൃഷ്ണ വക്കീലിന്റെ പേര് മേടിച്ചു. അങ്ങനെ അനിയനുണ്ടല്ലോ, ആ പുള്ളിയുടെ പേര് മേടിച്ചു. അതിനെ കുറിച്ചൊന്നും അറിയുക. ആ സതീശന്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം. തീർച്ചയായിട്ടും പറഞ്ഞു. വക്കീലിന്റെ മേടിച്ചു പ്രോപ്പർട്ടി. ഞാൻ മനഃപൂർവ്വം കൊടുത്തോ. അത് ലാഭം കിട്ടിയ? ലാഭം കിട്ടിയാണ് ചെറുതായിട്ട്. കൂടുതൽ എന്റെ സ്ഥലമല്ലത്. അപ്പൊ പള്ളിപ്പുറത്ത് ഞാൻ കാണിക്കണമെങ്കിൽ അവിടെ കാണിക്കാനില്ല. ബന്ധുവെപ്പോഴും ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ വന്നേക്കും. പിന്നെ എനിക്ക് ഞാനൊക്കെ പോരാനൊക്കെ അല്ല ഇപ്പൊ അവിടെ. അതുപോലെ ബസ് സ്റ്റാൻഡിന്റെ പ്രോബ്ലം ഉണ്ട്. റോട്ടിൽ നിന്ന് കുറച്ച് ഇല്ലായിരുന്നു. വാലുപോലെ വന്നിട്ട് കിടക്കുന്നത് 3 സെന്റോളം അങ്ങനെ വേസ്റ്റ് പോയി. പിന്നെ ഒരു ചതുപ്പ് പോലെയാണ്. സ്ഥലം ഡ്രൈ ലാൻഡാണ്. പക്ഷെ കിടക്കണ കണ്ടായിരുന്നു മേടിക്കുക. അതിന്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലത്തിന്റെ അവിടുന്ന് വടക്കോട്ട് വന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ടാർ റോഡാണ്. അതെ. ഇപ്പൊ ആ സ്വത്ത് നിങ്ങളുടെ പേരില്ല? ഇല്ല, അത് രാമകൃഷ്ണ വക്കീലിന്. രാമകൃഷ്ണ വക്കീലിന്. ഹരിതപുത്ര സാറിന്റെ അനിയനാണ്.
ആ രണ്ടുപേരും ഒരേപോലെ തന്നെ. സതീശൻ പറയുന്നത് ഇതുവരെ അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. സഹോദരന്റെ മരണത്തിലടക്കം സീരിയൽ കില്ലർ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് സംശയിക്കുമ്പോഴും പ്രതിയുമായി അടുത്ത ബന്ധം സതീശനുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശരണ്യ, ഈ കേസിൽ പുതിയ ഒരുപാട് ട്വിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സതീശന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടും നിരവധി സംശയങ്ങൾ പോലീസിനുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് പോലീസ് സംഘം? രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സതീശന്റെ ഹോട്ടലിലും ഒപ്പം തന്നെ വീട്ടിലും റെയ്ഡ് നടത്തിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഷ, ബിന്ദു പത്മനാഭൻ തിരോധാന കേസുകളുമായി സതീശന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച അന്വേഷണം സതീശനെ കേന്ദ്രീകരിച്ചും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും സതീശന് 2 ലോഡ്ജുകളാണുള്ളത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം. അതായത് ഈ സതീശന്റെ ഉടമസ്ഥതയിലുള്ള ലോഡ്ജിനെ സംബന്ധിച്ച് ഇതിനു മുമ്പും വിവാദങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മോൺസൺ മാവുങ്കലിന്റെ ഉടമസ്ഥതയിൽ, അതായത് അയാളുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ബ്യൂട്ടി പാർലറും ഒപ്പം തന്നെ മറ്റ് ചികിത്സകളും ഒക്കെ നടന്നിരുന്ന ആ സ്ഥലമാണ് ഈ പറഞ്ഞ ഹോട്ടൽ. ഒപ്പം ഈ റൂംസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് തന്നെ 2 ഇടങ്ങളിലായി സതീശന് ഉണ്ട് എന്നുള്ളതാണ്. ആ സതീശന്റെ അവിടെ നിന്ന് ആ മോൺസൺ മാവുങ്കലും ആയി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന കെട്ടിടത്തിന് കൂടാതെ തന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ മറ്റൊരു ഡ്രീം ലാൻഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥാപനം കൂടി ഇയാൾക്കുണ്ട്. ഈ രണ്ടാമത്തെ സ്ഥാപനത്തിൽ ഉൾപ്പെടെയാണ് ഇന്നലെ റെയ്ഡ് നടന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടു കൂടി പോലീസ് അവിടെ എത്തി. ചേർത്തല പോലീസും ക്രൈംബ്രാഞ്ച് സംഘവുമാണ് അവിടെ എത്തി വിശദാംശങ്ങൾ തേടിയത് എന്നുള്ളതാണ്. അതായത് തനിക്ക് ഈ കേസുമായി യാതൊരുവിധ ബന്ധവുമില്ല, സ്ഥലമിടപാട് മാത്രമാണ് എന്നുള്ള സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സതീശൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതിനും അപ്പുറം മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തെങ്കിലും പെൺവാണിഭ ഇടപാടുകൾ ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പരിശോധനകളുടെ കൂടെ ഭാഗമാണ്. മാത്രമല്ല ഈ സതീശന്റെ ലോഡ്ജിനെ സംബന്ധിച്ചും ചില വിവരങ്ങൾ പോലീസിന്, നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഇയാളുടെ ലോഡ്ജിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ഇയാളുടെ വീട്ടിലേക്കും പെട്ടെന്നൊരു റെയ്ഡാണ് സംഭവിച്ചത്. അതിന്റെ ഭാഗമായുള്ള പരിശോധന ഉണ്ടായി. അതിനുശേഷം സതീശനെ ചേർത്തല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ ചേർത്തല പോലീസും ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ തേടി എന്നുള്ളതാണ്. അതായത് ചേർത്തല പോലീസ് അന്വേഷിക്കുന്ന കേസ് ഐഷ തിരോധാന കേസാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ബിന്ദു പത്മനാഭൻ കേസാണ്. ഈ 2 കേസുകളിലും ഇയാളിൽ നിന്നും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷണ സംഘം തേടുന്നു എന്നുള്ളതാണ്. ഇയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്നുള്ളൊരു നിഗമനം അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുടക്കഘട്ടത്തിൽ തന്നെ അതായത് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘവും ഈ സതീശന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. സതീശന്റെ വീട്ടിലെത്തി വിശദാംശങ്ങൾ തേടിയതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു മാസത്തോളം ഒരു ഇടവേള വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ വരുന്നത്. നമ്മളോട് സതീശൻ പറഞ്ഞത് വളരെ നിർണായകമായ പല കാര്യങ്ങളും അയാൾ നമ്മളോട് പങ്കുവച്ചിരുന്നു. പക്ഷേ അയാൾ പറയുന്ന കാര്യവും ഫാക്ട്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. അതായത് 2005 മെയ്ക്ക് ശേഷം ബിന്ദു പത്മനാഭൻ ജീവനോടെ ഇല്ല എന്നുള്ളൊരു കണക്കുകൂട്ടൽ അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷേ സതീശൻ പറയുന്നത് പ്രകാരം 2006 ബിന്ദു പത്മനാഭൻ നേരിട്ടെത്തി തന്റെ ഡ്രീം ലാൻഡ് എന്ന ഹോട്ടലിന് മുന്നിൽ വെച്ച്, ആ ലോഡ്ജിന് മുന്നിൽ വെച്ച് തനിക്ക് ആധാരങ്ങൾ നൽകി എന്നുള്ളതാണ്. സ്ഥലം വിൽപ്പന നടത്താൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യനൊപ്പം കാറിലാണ് ബിന്ദു പത്മനാഭൻ വന്നത് എന്നുള്ളതാണ് അയാൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിന്ദു പത്മനാഭൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഏറ്റവും ഒടുവിൽ ബിന്ദുവിനെ കണ്ടു എന്ന്, അതായത് നേരിട്ട് ഇടപാട്, ബാക്കിയുള്ള ആളുകളൊക്കെ പറയുന്നത് ബിന്ദുവിനെ ഓട്ടോറിക്ഷയിൽ പോകുന്നത് പിൻഭാഗത്ത് നിന്ന് കണ്ടു, അല്ലെങ്കിൽ ബിന്ദു നടന്നു പോകുന്നുണ്ട്, ഫോൺ കോൾ വരുന്നുണ്ട്, ആരും വ്യക്തമായി കണ്ടു എന്ന് പറയുന്നില്ല. പക്ഷേ ഈ സതീശന്റെ വാക്കുകൾ പ്രകാരം, സതീശൻ ന്യൂസ് 8നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പ്രകാരം ബിന്ദു പത്മനാഭൻ നേരിട്ടെത്തി തനിക്ക് ആ ആധാരത്തിന്റെ ഡോക്യുമെന്റുകൾ നൽകി, അല്ലെങ്കിൽ താനുമായി ഒരു എഗ്രിമെന്റ് കരാർ ഒപ്പിട്ടു എന്നുള്ളത് അയാൾ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. അതിനുശേഷം ബിന്ദു പത്മനാഭൻ 2 ദിവസത്തെ ഈ ഇടപാടുകൾക്കുള്ളിൽ തന്നെ അഡ്വാൻസ് നൽകി എന്നുള്ളതാണ് സതീശൻ പറയുന്നത്. അതായത് പിറ്റേ ദിവസം സ്ഥലം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു തലേദിവസം സെബാസ്റ്റ്യനുമായി തന്റെ ലോഡ്ജിന് മുന്നിലെത്തുന്നു. പിറ്റേ ദിവസം രാവിലെ താൻ അമ്പലപ്പുഴയിലെ ബിന്ദുവിന്റെ ഭൂമി കാണാനായി പോകുന്നു.
ആ ഭൂമി കാണാനായി പോകുന്ന ഘട്ടത്തിൽ അവിടെ എത്തുമ്പോൾ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ബിന്ദു പത്മനാഭൻ ഉണ്ടായിരുന്നു. അന്ന് തലേദിവസം വന്ന ബിന്ദു അന്ന് അവിടെയാണ് സ്റ്റേ ചെയ്തത് എന്നടക്കമുള്ള, അതായത് സെബാസ്റ്റ്യനുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു അടക്കമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മളോടുള്ള വെളിപ്പെടുത്തലാണ് ഈ സതീശൻ നടത്തിയത്. മാത്രമല്ല ഇയാൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സ് പാർട്ടി വിധിയിലൂടെയാണ് ആ ഭൂമി തനിക്ക് സ്വന്തമായത് എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭനെ പലതവണ ഫോണിൽ വിളിച്ചിരുന്നു. ഫോണിൽ വിളിക്കുന്ന സമയത്ത് ഫോണിൽ അവരെ കിട്ടിയിട്ടില്ല. സെബാസ്റ്റ്യന് മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ബിന്ദു തന്നെ വിളിച്ചത് പറഞ്ഞ വരികൾ ഇങ്ങനെയാണ്. അതായത് എക്സ് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു നമ്പറിൽ നിന്നാണ് വിളിച്ചത്. അതൊരു നമ്പർ ആയിട്ട് പോലും അയാൾ പറയുന്നില്ല, ഏത് വിദേശ കോൾ ആണെന്ന് തോന്നുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ എന്തായാലും അങ്ങനെ ഒരു ഇന്റർനെറ്റ് കോള് ആ കാലഘട്ടത്തിൽ വിളിച്ചു എന്നുള്ള രീതിയിലാണ് സതീശൻ നമ്മളോട് വ്യക്തമാക്കുന്ന ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ കോളിന്റെ ഒരു ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കോള് തനിക്ക് ബിന്ദുവിൻ്റെതായി വന്നിരുന്നു. മാത്രമല്ല ആ കോളിൽ ബിന്ദു പറഞ്ഞത്, ഞാൻ വന്നില്ലെങ്കിൽ സ്ഥലം എഴുതിയെടുക്കാനുള്ള ഇടപാടുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള കാര്യമാണ്. എഗ്രിമെന്റ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് സ്ഥലം എഴുതാത്തെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി പറഞ്ഞെന്നുള്ളതാണ്. അതായത് ഇത്രയധികം സ്ഥലം വിൽക്കാനായി പണം പ്രശ്നമുണ്ടായിട്ട് വന്ന ബിന്ദു ഇത്രയധികം സ്വത്തുക്കൾ ഇയാൾക്കായി നൽകി എന്നുള്ള രീതിയിൽ, നിങ്ങൾ എഴുതിയെടുത്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളത്. എന്തായാലും എക്സ് പാർട്ടി വിധിയിലാണ് ഇത് സ്വന്തമാക്കിയത്. ആ സ്വന്തമാക്കി ഉടൻ തന്നെ കേസ് വാദിച്ച അഭിഭാഷകൻ അത് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാണണം എന്താണ് പോലീസിന്റെ ഇനിയുള്ള നീക്കം എന്നുള്ളത്. പരീക്ഷാ ഹാളിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിനികൾ നൽകിയ കേസിൽ അധ്യാപകനെ കോടതി കുറ്റവിമുക്തനാക്കി. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. PS സാഗർ വിവരങ്ങൾ പങ്കുവെക്കും. സാഗർ, ഈ കേസിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഫാക്ട്സ് എന്താണ്? രഞ്ജിത്ത്, 2014 കേസിന് ആസ്പദമായ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഓഗസ്റ്റ് 27 സെപ്റ്റംബർ 5 ഇടയിൽ കോളേജിൽ നടന്ന MA എക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ കോപ്പിയടിച്ച 5 വിദ്യാർത്ഥിനികളെ അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയായ ആനന്ദ് വിശ്വനാഥ് അന്ന് പിടികൂടിയിരുന്നു. ഈ സംഭവം സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ ഇൻവിജിലേറ്ററെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ ഇൻവിജിലേറ്റർ ഈ ആനന്ദ് വിശ്വനാഥിന്റെ നിർദ്ദേശം അംഗീകരിച്ചില്ല. വിദ്യാർത്ഥിനികൾ SFI പ്രവർത്തകരായിരുന്നതിനാലാണ് ഇടതനുകൂല അധ്യാപക സംഘടനയുടെ ഭാരവാഹിയായ ഇൻവിജിലേറ്റർ ഇതിന് തയ്യാറാകാതിരുന്നത് എന്ന് അന്ന് തന്നെ ഒരു ആരോപണം ഉയർന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഈ പീഡനം ആരോപണം ഉന്നയിച്ച് 5 വിദ്യാർത്ഥിനികളും വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തു. ഈ ആനന്ദ് വിശ്വനാഥ് പ്രൊഫസർ പരീക്ഷാ ഹാളിൽ വെച്ച് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കോപ്പിയടി കേസിൽ കൊടുക്കുമെന്നും ഇന്റേണൽ മാർക്ക് നൽകില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ അധ്യാപകനെതിരെ 4 കേസുകളാണ് അന്ന് മൂന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ലൈംഗിക പീഡന കുറ്റം ആരോപിച്ച് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ 4 കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ 2 കേസിൽ ആനന്ദ് വിശ്വനാഥിനെ വെറുതെ വിട്ടിരുന്നു. എന്നാൽ മറ്റ് 2 കേസിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 3 വർഷം തടവും 5000 രൂപ പിഴയും ചുമത്തി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെതിരെ ആനന്ദ് വിശ്വനാഥൻ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. ഇത് പരിഗണിച്ച കോടതി കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് നിരീക്ഷിക്കുകയും ഇദ്ദേഹത്തെ വെറുതെ വിടുകയും പോലീസിനെതിരെയും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ പരീക്ഷാ ഹാളിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ വിദ്യാർത്ഥിനികൾ ഈ അധ്യാപകനെതിരെ കേസ് നൽകിയത്. എന്തായാലും ഈ അധ്യാപകനെ കോടതി കുറ്റവിമുക്തനാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. സാഗർ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള. കൊച്ചിയിലെ 26 കോടിയുടെ സൈബർ തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കും. തട്ടിപ്പ് നടത്തിയ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാലിഫോർണിയയിൽ എന്നാണ് കണ്ടെത്തൽ. പല ഘട്ടങ്ങളിലായി തട്ടിയെടുത്ത തുക ഇന്ത്യയിലെ ഒരു ബാങ്കിന്റെ വിവിധ ശാഖകളിൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇപ്പോൾ ഇതിൻ്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. പലപ്പോഴും ഈ സൈബർ തട്ടിപ്പൊക്കെ നടത്തുന്നത് ഇത്തരം അന്യരാജ്യങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്ത കമ്പനികളായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം എന്നാണ് കണ്ടെത്തൽ? രഞ്ജിത്ത്, വളരെ ആസൂത്രിതമായി നാളുകൾ കൊണ്ട് ഒരുപാട് സമയമൊന്നും എടുത്തില്ല ഇത്രയും അധികം തുക കൈക്കലാക്കാൻ എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത്. ഇത്
തട്ടിപ്പ് നടന്നിരിക്കുന്നത് കാലിഫോർണിയ ആസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിലൂടെ തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ അതിലും മലയാളി സാന്നിധ്യമുണ്ട് എന്ന് തന്നെ ഈ അന്വേഷണ സംഘം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തോട് ടെലിഗ്രാം ആപ്പ് വഴിയായിരുന്നു കൂടുതലായി മുഴുവൻ കാര്യങ്ങളും തന്നെ ഇടപാടുകളും എല്ലാം തന്നെ സംസാരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 25 കോടി രൂപ പൂർണ്ണമായും തന്നെ തട്ടിയെടുത്തിരിക്കുന്നു. പല ഘട്ടങ്ങളിലായി ഇയാളുടെ വിശ്വാസ്യത ആർജിച്ചെടുത്ത ശേഷമാണ് ഈ രീതിയിലേക്ക് വന്നത്. പലപ്പോഴായി ഇയാൾ ആദ്യഘട്ടത്തിൽ നൽകിയ പണത്തിൽ ഏതാണ്ട് 1 കോടിയിലധികം രൂപ ഈ ആപ്പിലൂടെ ഇയാളുടെ ഒരു പ്രോഫിറ്റ് ഷെയറായിട്ട് കാണിച്ചിരുന്നു. അങ്ങനെ വിശ്വാസം നേടിയെടുക്കുകയും കൂടുതൽ തുക ഇയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രേരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇയാൾ പലപ്പോഴും ഇതിൽ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴേക്കും ഒരു വലിയ ഒരു തുക അതിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതായി, അതായത് ഈ ആപ്പിൽ ക്രെഡിറ്റ് ആയതായി കാണിക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ അങ്ങനെ വിശ്വാസ്യത എടുക്കുകയും ഒരു ഘട്ടത്തിൽ പോലും ഇയാൾ സംശയിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിൽ എല്ലാം തന്നെ ഇയാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളതല്ലേ, മലയാളിയല്ലേ, നിങ്ങൾക്കൊരു ഏജൻറ്റിനെ തരാമെന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ ഡാനിയൽ എന്ന് പറയുന്ന ഒരാൾ ഇയാളോട് ഓൺലൈൻ വഴി സംസാരിച്ചതായും എല്ലാം തന്നെ പോലീസ് നൽകിയ പരാതിയിലെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഇയാൾ ആരാണ് എന്നതിനെക്കുറിച്ചാണ് ഇയാളോട് ഇടനിലക്കാരനായി സംസാരിച്ച ഈ ഡാനിയൽ എന്ന് പറയുന്ന പേരുകാരൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ഇതെല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ നേരിടുന്നുണ്ട്. എങ്കിലും തട്ടിപ്പ് സംഘങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രതീക്ഷയായിട്ട് പറയുന്നത്. അന്വേഷണം തുടരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ നിക്ഷേപിച്ച തുക പലരിൽ നിന്നായിട്ട് തന്നെ ഈ ഓൺലൈൻ ട്രേഡിംഗ് നടത്തി തന്നെ ആർജിച്ച പണമാണ്. ഇയാൾക്ക് ആ രീതിയിലുള്ള ഈ പരാതിക്കാരൻ ആ രീതിയിലുള്ളൊരു സാമർഥ്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ ട്രേഡിംഗ് സംബന്ധിയായ കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ഇയാളെ പലരും വിശ്വസിച്ചേൽപ്പിച്ച പണവും ഈ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ഈ പണം ഓൺലൈനിലൂടെ തന്നെയാണ് താൻ സമാഹരിച്ചതെന്ന രീതിയിൽ തന്നെയാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. എങ്കിലും മറ്റു പലരെയും പണവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പൂർണ്ണമായും ഈ ട്രേഡിംഗ് ആപ്പ് വഴി തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. മുന്നറിയിപ്പുകൾ പലതുണ്ടെങ്കിൽ പോലും പല രീതിയിലും ഇരകളുടെ വിശ്വാസം ആർജിച്ചെടുത്തുകൊണ്ട് ഇവരെ ഇതിലേക്ക് കൊണ്ടുവരുന്ന വലിയ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വിശ്വാസയോഗ്യമല്ലാത്ത ഒന്നിലേക്കും തന്നെ എടുത്ത് ചാടരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ മലയാളികൾ ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്കാണ് എന്നത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇരകളുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒരുപക്ഷെ വരും സമയങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി മുന്നോട്ട് വന്നേക്കാം. ഈ ആപ്പിനെ സംബന്ധിയായ കാര്യങ്ങളെല്ലാം തന്നെയും പോലീസ് അത് കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇരകളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇയാൾ ഇത്രയും അധികം ഉണ്ടായിരുന്ന തൻ്റെ പ്രോഫിറ്റ് ഷെയറായിട്ട് കാണിച്ചിരുന്ന സ്ഥലത്ത് ഒരു 30,000 രൂപ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിലേക്ക്, ഇയാളുടെ ആപ്പിലുള്ള അക്കൗണ്ട് തടസ്സപ്പെടുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെടുന്നു എന്ന പരിപൂർണ ബോധ്യം ഇയാൾക്കുണ്ടാവുകയും പിന്നീട് പരാതിയുമായിട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനി സ്ഥലവും എല്ലാം തന്നെ വിദേശത്താണെങ്കിൽ കൂടി അതിൻ്റെ ഒരു ശൃംഖലകളെ ഏതെങ്കിലും രീതിയിൽ രാജ്യത്തുണ്ടാകും. സാന്നിധ്യമായി പല ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിലും ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നോർത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ കൂടുതലായും തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. പോലീസ് മുഴുവൻ സാധ്യതയും പരിശോധിക്കുകയാണ്. രഞ്ജിത്ത്. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. കേരള സർവകലാശാല വിസിയും സിൻഡിക്കേറ്റ് ഇടത് അംഗങ്ങളും തമ്മിൽ പോര് തുടരുന്നതിനിടെ കേരള സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം വിളിക്കാൻ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ നോട്ടീസ് നൽകിയതിന് നിയമവിരുദ്ധമാണെന്നാണ് ഇടത് അംഗങ്ങൾ ആരോപിക്കുന്നത്. തർക്കങ്ങൾക്കിടെ 100 കോടിയുടെ PM ഉഷ ഫണ്ട് ലാപ്സ് ആകുമെന്ന് ആശങ്കയുണ്ട്. മാർച്ചിൽ പൂർത്തിയാക്കേണ്ട പദ്ധതിയാണ് സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്നത്. PhD അംഗീകാരം, ഗവേഷക ഫെലോഷിപ്പുകൾ തുടങ്ങിയ അക്കാദമിക് വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതടക്കം സിൻഡിക്കേറ്റ് പരിഗണിക്കും. സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റും ഇന്ന് ചേരും. ഡൽഹി അപഗൂഢാലോചന കേസിൽ JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. ഡൽഹി ഹൈക്കോടതി ആണ് വിധി പറയുക. മറ്റ് 8 പേരുടെ ജാമ്യാപേക്ഷയിലും വിധി പറയുന്നുണ്ട്. കലാപത്തിൽ ഗൂഢാലോചന ആരോപിച്ചാണ് 2020 സെപ്റ്റംബറിൽ ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ
ക്ഷമിക്കണം, ക്രിമിനൽ ഗൂഢാലോചന, കലാപം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, UAPA തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. അന്താരാഷ്ട്ര T20 നിന്ന് വിരമിച്ച് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് അടുത്ത വർഷം ലോകകപ്പ് നടക്കാനിരിക്കെയാണ് സ്റ്റാർക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. ടെസ്റ്റിലും 2027 ലോകകപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച പേസർമാരിൽ ഒരാളായ സ്റ്റാർക്ക് അന്താരാഷ്ട്ര 2020യോട് വിട പറഞ്ഞത്. 35-കാരനായ സ്റ്റാർക്ക് 65 മത്സരങ്ങളിൽ നിന്ന് 79 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. 2021 T20 ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിലും അംഗമായിരുന്നു സ്റ്റാർക്ക്. ഇനി ന്യൂസ് ട്രെൻഡ്സ് ആണ്. TG സയ്യിദ് ചേരും. നമസ്കാരം.